നമ്മളെല്ലാ വർഷവും ബെസ്റ്റ് തമിഴ് ത്രില്ലർ ഫിലിംസ് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ചെയ്തില്ല. കാരണം 2025 എനിക്ക് ദ ബെസ്റ്റ് എന്ന് പറയാനും മാത്രം തോന്നിയ മികച്ച തമിഴ് ത്രില്ലർ പടങ്ങൾ കുറവായിരുന്നു എന്നാണ് കാര്യം. അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. ഈ ലിസ്റ്റിലാണെങ്കിലും ഇതിലുള്ളതെല്ലാം ദ ബെസ്റ്റ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മിക്ക സിനിമകളും ഒരു തവണയെങ്കിലും കണ്ടു നോക്കാൻ പറ്റുന്ന ടൈപ്പ് പടങ്ങളാണ്. ലാസ്റ്റ് പറയുന്ന പടം ദ ബെസ്റ്റ് ആണ് ഈ ലിസ്റ്റിലെ കേട്ടോ. സോ കുറച്ച് ഡീസന്റ് തമിഴ് ത്രില്ലർ ഫിലിംസിന്റെ ഒരു ലിസ്റ്റാണ് ഈ വീഡിയോ എന്ന് പറയാം. അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് തമിഴ് ത്രില്ലർ films of 2025. Let us start, Maggie. Let us start, Maggie. Y'all know me, still the same OG. കുഞ്ഞുങ്ങളുടെ പേരിൽ നടക്കുന്ന പലരും അറിയാതെ പോകുന്ന ക്രൈമുകളുടെ ഒരു നേർക്കാഴ്ച നൽകുന്ന ഒരു കഥ. നെൽസൺ വെങ്കിടേഷൻ സംവിധാനം ചെയ്ത് അഥർവ, നിമിഷ സജയൻ തുടങ്ങിയ പ്രധാന വേഷങ്ങളിൽ വന്ന DNA. ഈ പടം എൻഗേജിംഗ് ആണ്. അഥർവ, നിമിഷ എന്നിവരുടെ നല്ല പ്രകടനങ്ങൾ ഇതിലുണ്ടായിരുന്നു. അതുപോലെ മേക്കിങ്ങിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുമായിരുന്നെങ്കിൽ പടം ആവറേജിന് മുകളിലൊക്കെ പോവേണ്ട ഒരു സിനിമയായിരുന്നു. സ്റ്റിൽ ഒരു ഡീസന്റ് വൺ ടൈം വാച്ചബിൾ ത്രില്ലർ ആണ് എന്ന് പറയാം. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ പടം കാണാത്തവർക്ക് കാണാൻ പറ്റും. 2 മണിക്കൂർ 19 മിനിറ്റാണ് ഈ സിനിമയുടെ റൺ ടൈം. ഇലക്ഷന്റെ സമയത്ത് ഒരു പ്രശസ്ത തമിഴ് നടന്റെ തോക്ക് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യുന്നു. പക്ഷെ സ്റ്റേഷനിൽ നിന്നും ഈ തോക്ക് മിസ് ആവുകയാണ്. ഇത് അന്വേഷിക്കാനായിട്ട് പുതിയ പോലീസ് ട്രെയിനിയായ നായകൻ ഇറങ്ങിത്തിരിക്കുന്നു. ചിത്രം ഗൗതം ഗണപതി സംവിധാനം ചെയ്ത് ദർശൻ, ലാൽ, സുജിത് ശങ്കർ തുടങ്ങിയവർ അഭിനയിച്ച സറണ്ടർ. തുടക്കത്തിലെ ഒരു അരമണിക്കൂറിലെ ഒരല്പം മടുപ്പൊക്കെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അങ്ങോട്ട് പടം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. ചില അനാവശ്യ സീനുകളൊക്കെ ഒഴിവാക്കിയിരുന്നെങ്കിൽ പടം ഒന്നുകൂടി മെച്ചപ്പെട്ടതിനെന്ന് തോന്നി. സൺ നെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 മണിക്കൂർ 22 മിനിറ്റാണ് ഈ സിനിമയുടെ റൺ ടൈം. സസ്പെൻഷനിലായ പോലീസ് ഓഫീസർ ഇന്ദ്രയ്ക്ക് കണ്ണിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നു. ഇതേസമയം ടൗണിൽ ഒരു സീരിയൽ കില്ലർ കൂടി എത്തുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ പറയുന്ന സിനിമ. ചിത്രം ശബരീഷ് നന്ദ സംവിധാനം ചെയ്ത് വസന്ത് രവി നായകനായിട്ട് വന്ന ഇന്ദ്ര. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അത്യാവശ്യം ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ്, നല്ലൊരു ഇന്റർവെൽ ബ്ലോക്ക്, ഇതൊക്കെ പടത്തിന്റെ പോസിറ്റീവ് ആയിരുന്നു. ഈ സിനിമ ഇങ്ങനെ രാത്രിയിൽ തിയേറ്ററിൽ കാണാനായിട്ട് നല്ല ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഞാൻ പാതിരാക്കി പോയി കണ്ട പടമാണിത്. ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ എഴുതാത്തതും ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ സെക്കൻഡ് ഹാഫിൽ കൊണ്ട് നശിപ്പിച്ചതും ഈ പടത്തിന്റെ പോരായ്മയായിട്ട് തോന്നി. സ്റ്റിൽ ഒരു തവണ വേണമെങ്കിൽ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. പടം സൺ നെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 മണിക്കൂർ 7 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. ഒരു രാത്രി നടക്കുന്ന ഒരു വാനപകടത്തെ തുടർന്ന് നടക്കുന്ന അന്വേഷണത്തിൽ കണ്ടെത്തുന്ന നിഗൂഢതകൾ പറയുന്ന ചിത്രം. അബിൻ ഹരിഹരൻ സംവിധാനം ചെയ്ത് ആദിത്യ മാധവൻ, അഞ്ജു കുര്യൻ, മൂർ, ഗൗരി കൃഷ്ണൻ തുടങ്ങിയവർ അഭിനയിച്ച അതേഴ്സ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിന്റെ പ്ലോട്ട് നൽകുന്ന ഒരു ആകാംക്ഷ, കാലിക പ്രസക്തമായിട്ടുള്ള പ്രമേയം ഒക്കെ പടത്തിന് പോസിറ്റീവ് ആയിരുന്നു. ക്രിഞ്ച് ലവ് ട്രാക്കും പഴയ സ്റ്റൈൽ മേക്കിങ്ങും ചില മോശം കാസ്റ്റിംഗും ഒക്കെ മാറ്റി നിർത്തുകയായിരുന്നെങ്കിൽ പ്ലോട്ട് കൊണ്ട് ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഈ പടം നിങ്ങൾക്ക് പ്രൈം വീഡിയോയിൽ കാണാം. 2 മണിക്കൂർ 13 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. ഒരു വേസ്റ്റ് കൂനയിൽ ശരീരം മുഴുവൻ കറുപ്പ് കളറായിട്ട് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ലഭിക്കുന്നതും തുടർന്ന് നടക്കുന്ന അന്വേഷണവും പറയുന്ന സിനിമ. ചിത്രം ലിയോ ജോൺ പോൾ രചനയും സംവിധാനവും നിർവഹിച്ച് വിജയ് ആന്റണി, അജയ് ദിഷൻ തുടങ്ങിയവർ അഭിനയിച്ച മാർഗൻ. പടം ഇൻട്രസ്റ്റിംഗ് ആണ്, എൻഗേജിംഗ് ആണ്, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ശ്രമവുമായിട്ട് തോന്നി. സർഫസ് ലെവലിൽ മാത്രമാണെങ്കിൽ കൂടിയും പടം അതിൻ്റെതായ ഒരു പൊളിറ്റിക്സ് സംസാരിക്കുന്നുമുണ്ട്. കുറച്ച് ലോജിക്കൽ പ്രശ്നങ്ങൾ, അന്ധവിശ്വാസം, അനാവശ്യ ബാക്ക് സ്റ്റോറി ഉൾപ്പെടെ പോരായ്മകൾ ഏറെ ഉണ്ടെങ്കിലും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഈ പടം നിങ്ങൾക്ക് പ്രൈം വീഡിയോയിൽ കാണാം. 2 മണിക്കൂർ 12 മിനിറ്റാണ് ഡ്യൂറേഷൻ. ഒരു സംവിധായകനും ഒരു സൂപ്പർ സ്റ്റാറും തമ്മിലുണ്ടാകുന്ന ഈഗോ ക്ലാഷ്, അതിനിടയിൽ ഒരു മർഡർ മിസ്റ്ററി. ചിത്രം ശെൽവമണി ശെൽവരാജ് സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ, സമുദ്രകനി, ഭാഗ്യശ്രീ ബോസെ തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന കാന്ത. മികച്ച പെർഫോമൻസുകൾ, കഥ നടക്കുന്ന കാലഘട്ടം, മേക്കിങ്ങിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി, നല്ല മ്യൂസിക്, ഇതൊക്കെ പടത്തിന്റെ പോസിറ്റീവ് ആയിരുന്നു. അതിനാടകീയത, അത്ര ത്രില്ലിംഗ് അല്ലാത്ത കഥ പറച്ചിൽ, ഒരു നോർമൽ ആയി പോയ ബേസിക് സ്റ്റോറി, ഇമോഷണൽ ഡെപ്ത് കുറഞ്ഞു പോയത്, ലെങ്ത് കൂടുതലായതൊക്കെ പടത്തിന്റെ പോരായ്മകളുമാണ്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. 2 മണിക്കൂർ 43 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. ചെന്നൈയിൽ നടക്കുന്ന ഒരു സീരിയൽ കില്ലിംഗ് കേസ് സോൾവ് ചെയ്യാനായിട്ട് ACP അരവിന്ദൻ എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും പറയുന്ന സിനിമ. ചിത്രം ലോകേഷ് അജൽസ് രചനയും സംവിധാനം നിർവഹിച്ച് നവീൻ ചന്ദ്ര, അഭിരാമി തുടങ്ങിയവർ അഭിനയിച്ച 11. നല്ലൊരു പ്ലോട്ട്, പക്ഷെ മേക്കിങ്ങിലെ കുറച്ച് പോരായ്മകളും കാസ്റ്റിംഗിലെ കുറെ കോംപ്രമൈസുകളും ഒക്കെ കൊണ്ട് ഇതിലും ബെറ്റർ ആക്കാമായിരുന്ന ഒരു പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് കുറച്ചു മുമ്പ് മുതൽ പടം അവസാനിക്കുന്നത് വരെ വളരെ എൻഗേജിംഗ് ആയിരുന്നു. ഇതും കാണാത്തവരുണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാൻ പറ്റും. 2 മണിക്കൂർ 15 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. നവദമ്പതികളായ സംതൃപ്ത ജീവിതം നയിക്കുന്ന പൂർണിയുടെയും അരവിന്ദിന്റെയും ലൈഫ് ഒരു ദിവസം കൊണ്ട് തകിടം മറിയുന്ന കഥ. ചിത്രം ജോഷുവ സേതുരാമൻ സംവിധാനം ചെയ്ത് ലിജോമോൾ ജോസ്, ഹരികൃഷ്ണൻ, ലോസ്ലിയ തുടങ്ങിയവർ അഭിനയിച്ച ജെന്റിൽ വുമൻ.
ഈ പടത്തിന്റെ തുടക്കം കാണുമ്പോൾ ഒരു സാധാരണ കുടുംബ ചിത്രമാണെന്ന് തോന്നും. പക്ഷെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും പടം ജോണറൊക്കെ ഷിഫ്റ്റ് ആയിട്ട് ത്രില്ലർ ആയിട്ട് മാറുകയാണ്. ലിജോ മോളുടെ കിടിലം പെർഫോമൻസ് പടത്തിന്റെ പോസിറ്റീവ് ആണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ല മേക്കിങ്ങും പടത്തിന്റെ പോസിറ്റീവ് ആണ്. ഒപ്പം സിനിമ ശക്തമായിട്ടുള്ള പൊളിറ്റിക്സും സംസാരിക്കുന്നുണ്ട്. കുറെ ലോജിക്കൽ പ്രശ്നങ്ങൾ, ഈ ക്രൈം മറയ്ക്കൽ ഇത്ര ഈസി ആണോ എന്നുള്ള നമുക്ക് തോന്നുന്ന സംശയം ഉൾപ്പെടെ കുറെ പോരായ്മകൾ ഈ പടത്തിലുണ്ടെങ്കിലും കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. ഇത് നിങ്ങൾക്ക് പ്രൈം വീഡിയോയിൽ കാണാൻ പറ്റും. 1 മണിക്കൂർ 53 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. ജയിലിൽ നിന്നിറങ്ങിയ ഒരു ചെറുകിട കള്ളനും അൽസൈമേഴ്സ് ബാധിച്ച ഒരു പ്രായമായ ആളും ചേർന്ന് നടത്തുന്ന ഒരു യാത്രയുടെ കഥ. ചിത്രം സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ, വടിവേലു തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന മാരിസൺ. അതിഗംഭീരമൊന്നും അല്ലായിരുന്നെങ്കിലും ഒരു നീറ്റ് വാച്ച് ആയിട്ട് തോന്നിയൊരു പടമായിരുന്നു. ഫസ്റ്റ് ഹാഫില് കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫില് പ്രഡിക്റ്റബിൾ ആയി മാറിയതാണ് പടത്തിന്റെ നെഗറ്റീവായിട്ട് തോന്നിയത്. എങ്കിലും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഇത് നെറ്റ്ഫ്ലിക്സിലാണുള്ളത്. 2.5 മണിക്കൂറാണ് സിനിമയുടെ റൺ ടൈം. ഇനി നമ്പർ 1 സിനിമ. ഇത് ശരിക്കും ത്രില്ലർ എന്നതിനേക്കാൾ ഒരു ക്രൈം ഡ്രാമയാണെന്ന് പറയാം. വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു അക്യൂസ്ഡിനെയും കൊണ്ട് കോടതിയിലേക്ക് പോകുന്ന വഴി നടക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള കുറെ സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം രമേശ് രാജകുമാരി സംവിധാനം ചെയ്ത് വിക്രം പ്രഭു, LK അക്ഷയ് കുമാർ, അനിഷ്മ അനിൽകുമാർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന സിറൈ. ഒരു മികച്ച പോലീസ് പ്രൊസീജിയറൽ ഡ്രാമയായിരുന്നു ഇത്. പ്രണയവും കാത്തിരിപ്പും മനുഷ്യത്വവും മതം കൊണ്ടുള്ള വേർതിരിവിനെ കുറിച്ചും ഒക്കെ പടം സംസാരിക്കുന്നുണ്ട്. നല്ലൊരു കഥ, അത് നല്ല രീതിയിൽ റോ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം LK അക്ഷയ് കുമാറിന്റെയും അനിഷ്മയുടെയും കിടിലം പെർഫോമൻസുകളും പടത്തിലുണ്ട്. നല്ല രീതിയിൽ തന്നെ പടം ഇമോഷണലി കണക്ട് ആകുന്നുമുണ്ട്. ഞാൻ 2025 കണ്ട തമിഴ് പടങ്ങളിൽ എനിക്ക് ഏറ്റവും സംതൃപ്തി നൽകിയ ഒരു സിനിമയും ഇതായിരുന്നു. ഇനിയും ഇത് കാണാത്തവരുണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട. പടം C5 അവൈലബിൾ ആണ്. 2 മണിക്കൂർ 4 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. അപ്പോൾ ഇത്രയുമാണ് 2025 ഞാൻ കണ്ട തമിഴ് സിനിമകളിൽ നിന്നും ത്രില്ലർ ജോണറിൽ അത്യാവശ്യം നന്നായിട്ട് തോന്നിയ 10 സിനിമകളുടെ ലിസ്റ്റ്. ഇതെന്റെ പേഴ്സണൽ ലിസ്റ്റ് മാത്രമാണ്, അത് ഓർക്കുക. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം കണ്ടതിൽ തമിഴ് പടങ്ങളിൽ മികച്ചതാണെന്ന് തോന്നിയ തമിഴ് ത്രില്ലറുകൾ ഏതൊക്കെയാണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞാൻ ഏതെങ്കിലും നല്ല തമിഴ് ത്രില്ലർ സിനിമ കഴിഞ്ഞ വർഷത്തേത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ശരിയാണ്.